നമ്മുടെ പബ്ലിക്കിൻ്റെ ഒരു ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ഒരു അവബോധം എന്താണെന്ന് വെച്ചാൽ, നല്ല ചെസ്റ്റിൽ വേദന ഉണ്ടായാലാണ് ഹാർട്ട് അറ്റാക്ക്. ഇവിടെ ഇങ്ങനെ ഭയങ്കര നമ്മളൊരു സിനിമയിലും മറ്റൊക്കെ കാണിക്കുന്ന പോലെ ഒരു കൈ നെഞ്ഞത്ത് വെച്ച് വേദനയായിട്ട് വീഴുന്ന അതാണ് ഹാർട്ട് അറ്റാക്ക്. ആക്ച്വലി നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻ്റ് ഒരു 90% ആളുകളും ക്ലാസിക്കൽ ഹാർട്ട് അറ്റാക്ക് ചെസ്റ്റ് പെയിൻ ആയിട്ടല്ല വരിക. 10% ആളുകൾ മാത്രമേ നമ്മുടെ മനസ്സിലുള്ള ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ പിക്ചറായിട്ട് വരുള്ളൂ. ഒരു ഉദാഹരണത്തിന് നമുക്കൊരു ഗ്യാസ് കുടുങ്ങി അത് പോകുന്നില്ല. ഒരു ഗ്യാസ് ആണെങ്കിൽ നമ്മൾ അതിനുള്ള മരുന്ന് കഴിക്കുകയോ എന്തെങ്കിലും കഴിച്ചോ, ഒരു ജലൂസിലോ ഒരു പാൻഡോസിലോ കഴിച്ചാൽ അത് പോകേണ്ടതാണ്. അത് പോകുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ചോദ്യം വരണം, എന്തുകൊണ്ട് ഗ്യാസിൻ്റെ പെയിന് പോകുന്നില്ല? റിപ്പീറ്റഡ് ഗ്യാസ് എന്ന് പറഞ്ഞ് നമ്മളതിനെ അവഗണിക്കാൻ പാടില്ല. അത് പക്ഷേ ഇങ്ങനെ ആയിരിക്കാം. പെയിൻ വന്നിട്ട് എക്സാക്ട്ലി ചെസ്റ്റിലായിക്കൊള്ളുന്നില്ല. പെയിൻ ആക്ച്വലി ഒരുപാട് പേഷ്യൻസ് ഷോൾഡറിലാണ് പെയിൻ പറയുക, കുറേ പേര് നെക്കിൽ ബാക്കിലാണ് പെയിൻ പറയുക, പിന്നെ ഒരു നല്ല സിഗ്നിഫിക്കൻറ്റ് പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ അവർ താടിയലിലാണ് പെയിൻ പറയുക. എത്രയോ അനുഭവം എനിക്കുണ്ട് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പല്ല് ഡോക്ടറെ കാണിക്കാൻ പോയത്, എന്നിട്ട് പല്ല് ഡോക്ടർ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് അവർ നമ്മുടെ അടുത്ത് പിന്നീട് എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ പബ്ലിക്കിന് കൊടുക്കേണ്ട ഒരു അവയർനെസ് എന്ന് വെച്ചാൽ, ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണം നിങ്ങൾ നെഞ്ചിൽ വേദന വരുന്നത് വരെ കാത്തിരിക്കാൻ പാടില്ല. നെഞ്ചിൽ വേദന വരുമ്പോഴേക്കും അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നെഞ്ച് എരിച്ചിൽ എന്ന് പറയുന്നത് നമ്മളത് ഗ്യാസായി തള്ളിക്കളയുന്നത്. ഗ്യാസ് ഉണ്ട്, അതും വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത്. ഇതും വളരെ കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടിനെയും ഡിഫറൻഷിയേഷൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഗ്യാസിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. ഒരു ECG എങ്കിലും എടുത്ത് നോക്കാം.